ഇന്ത്യയിലുള്ള പല സ്റ്റേറ്റും, എസ്പെഷ്യലി നോർത്ത് ഈസ്റ്റ്, ഗുജറാത്ത്, UP, അങ്ങനെ കുറേ സ്റ്റേറ്റുകളുണ്ട്. ഈ സ്റ്റേറ്റുകളൊക്കെ നമ്മൾ അവിടെ പോയി ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ബഡ്ജറ്റിൻ്റെ ഒരു പോർഷൻ അവർ റീഫണ്ട് ചെയ്യും. ചുമ്മാ ചിലവാക്കി എന്ന് പറഞ്ഞിട്ട് കഥയില്ല. നിങ്ങളുടെ കയ്യിൽ ബില്ല് വേണം. മിക്കവാറുള്ളതൊക്കെ ഇപ്പം GST അടച്ചിട്ടാണ്. അങ്ങനെയുള്ള ബില്ലുകൾ വേണം. എല്ലാത്തിനും ഡീറ്റെയിൽഡ് ബില്ല് നിങ്ങൾ സബ്മിറ്റ് ചെയ്യണം. അതായത് ചില സ്റ്റേറ്റ്, അതായത് നോർത്ത് ഈസ്റ്റിലുള്ള പല സ്ഥലങ്ങളും കണ്ടാൽ നമ്മുടെ മൂന്നാർ പോലെയാണ്. അതായത് ഹൈ റേഞ്ച് പോലുള്ള സ്ഥലങ്ങൾ നോർത്ത് ഈസ്റ്റിലാണ്. അവരുടെ ഭാഷ സംസാരിക്കാൻ അറിയുന്ന ഒരാളിനെ കൂട്ടിക്കൊണ്ട് നിങ്ങൾ ഈ ഓഫീസുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ വാതിലുകൾ ഓപ്പൺ ആയിട്ട്, അതായത് ക്ലിയർ കട്ടായിട്ട് പറയും നടക്കുമോ നടക്കത്തില്ല. വെൽക്കം ബാക്ക് ടു ദ ചാനൽ ഫ്രണ്ട്സ്. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൻ്റെ കണ്ടിന്യൂഷനാണ്. അതായത് മൂവിക്ക് എങ്ങനെ ഫണ്ട് ചെയ്യാം, എങ്ങനെ പാർട്ട് ഫണ്ടിങ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ എപ്പിസോഡ്സിൽ കവർ ചെയ്യുന്നത്. അപ്പം അടുത്ത് എനിക്ക് പറയാനുള്ളത് റിബേറ്റ്സിനെ കുറിച്ചാണ്. പല പ്രൊഡ്യൂസേഴ്സിനും അറിയാത്ത ഒരു കാര്യമാണ് റിബേറ്റ്സ്. അതായത് പല സ്റ്റേറ്റും, നമുക്കത് ഇന്ത്യയിൽ തുടങ്ങാം. ഇന്ത്യയിലുള്ള പല സ്റ്റേറ്റും, എസ്പെഷ്യലി നോർത്ത് ഈസ്റ്റ്, ഗുജറാത്ത്, UP, അങ്ങനെ കുറേ സ്റ്റേറ്റുകളുണ്ട്. ഈ സ്റ്റേറ്റുകളൊക്കെ നമ്മൾ അവിടെ പോയി ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ബഡ്ജറ്റിൻ്റെ ഒരു പോർഷൻ അവർ റീഫണ്ട് ചെയ്യും ടൂറിസം പ്രൊമോഷൻ്റെ ഭാഗമായിട്ട്. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഒരു സ്റ്റോറി ഉണ്ട്. ആ സ്റ്റോറി നിങ്ങൾ സ്ക്രിപ്റ്റ് ആക്കി നിങ്ങൾ അവിടെ പോയി ഏത് സ്റ്റേറ്റിലാണോ ഇത് റിബേറ്റ് ഓഫർ ചെയ്യുന്നത് അവിടെ പോയിട്ട് നിങ്ങളിത് സബ്മിറ്റ് ചെയ്യണം. സബ്മിറ്റ് ചെയ്ത് ഗവൺമെൻറ്റിൻ്റെ ഒരു റിബേറ്റ് ഓഫർ ചെയ്യുന്ന ഒരു കമ്മിറ്റി ഉണ്ട്. ഇത് ടൂറിസം പ്രൊമോഷൻ്റെ ഭാഗമാണ്. അപ്പോൾ ആ ഒരു സ്ക്രിപ്റ്റ് കമ്മിറ്റി ഉണ്ട്. അത് അവർ റിവ്യൂ ചെയ്തിട്ട് ഒരു നെഗറ്റീവും, അതായത് ആ സ്റ്റേറ്റിനെ കുറിച്ചോ അവിടുത്തെ ആൾക്കാരെ കുറിച്ചോ ഒരു നെഗറ്റീവും പറയുന്നില്ല. ഈ പടം ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതിന് എന്തൊക്കെ ഗുണങ്ങളുണ്ട്, അതായത് ഏത് ഭാഷയിലാണ് പടം ഇറങ്ങുന്നത്, എത്ര ഭാഷയിൽ പടം ഇറങ്ങുന്നുണ്ട്, ആരൊക്കെയാണ് ആർട്ടിസ്റ്റുകൾ, ഇതൊക്കെ അവർ വെരിഫൈ ചെയ്തിട്ട് നമുക്കത് പ്രിൻസിപ്പൽ അപ്രൂവൽ തരും. പ്രിൻസിപ്പൽ അപ്രൂവലിൻ്റെ കൂട്ടത്തിൽ മിക്കവാറും ഉള്ള സ്റ്റേറ്റിൽ ഈ സിംഗിൾ വിൻഡോ അപ്രൂവലും ഉണ്ട്. അതായത് ഒരിടത്ത് പോയി അപ്ലൈ ചെയ്ത് നമ്മൾ ലിസ്റ്റ് ഓഫ് ലൊക്കേഷൻസും ലിസ്റ്റ് ഓഫ് എന്തൊക്കെയാണ് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ സിംഗിൾ വിൻഡോ നമുക്ക് അപ്രൂവൽ കിട്ടും, ഷൂട്ട് ചെയ്യാനുള്ള അപ്രൂവൽ. അപ്പോൾ ഈ അപ്രൂവലൂടെ ചേർത്തിട്ടാണ് അവർ നമുക്ക് തരുന്നത്. നമ്മൾ അവിടെ പോയി ഷൂട്ട് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഈ സ്ക്രിപ്റ്റിൻ്റെ കൂട്ടത്തിൽ ബഡ്ജറ്റും കൊടുക്കുന്നുണ്ട്. ഇത്ര രൂപ ബഡ്ജറ്റ്, ഇത്ര രൂപയാണ് ഇവിടെ സ്പെൻഡ് ചെയ്യുന്നത്, എത്ര രൂപയാണ് നിങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഏതൊക്കെ ഹെഡ്സിലാണ് സ്പെൻഡ് ചെയ്യുന്നത്, അതായത് ഹോട്ടൽസിന് എത്ര, ട്രാവലിന് എത്ര, അവിടെ എത്ര പേർക്ക് നമ്മൾ ജോലി, അവിടുത്തെ ഇൻഡസ്ട്രി എന്നുള്ള എത്ര പേർക്ക് നമ്മൾ ജോലി കൊടുക്കുന്നുണ്ട്, ഇങ്ങനെയുള്ള ഒരുപാട് ഡീറ്റെയിൽസ് അവർ ചോദിക്കും. അപ്പോൾ ഈ ഡോക്യുമെൻറ്റ്സ് ഒക്കെ സബ്മിറ്റ് ചെയ്തിട്ടാണ് അവർ നമുക്ക് അപ്രൂവൽ തരുന്നത്. വൺസ് അപ്രൂവൽ ചെയ്തതിന് ശേഷം നമ്മൾ ഷൂട്ട് കണ്ടിന്യൂ ചെയ്ത് ഷൂട്ട് കംപ്ലീറ്റ് ചെയ്തിട്ട് നമ്മൾ വീണ്ടും ബിൽ ഓഫ് മെറ്റീരിയൽസ് സബ്മിറ്റ് ചെയ്യും. അതായത് നമ്മൾ പറയുന്നുണ്ട് ഇന്ന ഹെഡ്സിൽ നമ്മൾ ഇത്ര ചിലവാക്കി, 10 ലക്ഷം രൂപ ബഡ്ജറ്റ് ഇട്ടു, ഞങ്ങൾ 8 ലക്ഷം രൂപ ചിലവാക്കി. ഇങ്ങനെയുള്ള കാര്യങ്ങൾ വിത്ത് പ്രൂഫ്, ചുമ്മാ ചിലവാക്കി എന്ന് പറഞ്ഞിട്ട് കഥയില്ല. നിങ്ങളുടെ കയ്യിൽ ബില്ല് വേണം. മിക്കവാറുള്ളതൊക്കെ ഇപ്പം GST അടച്ചിട്ടാണ്. അങ്ങനെയുള്ള ബില്ലുകൾ വേണം. എല്ലാത്തിനും ഡീറ്റെയിൽഡ് ബില്ല് നിങ്ങൾ സബ്മിറ്റ് ചെയ്യണം. ഇത് സബ്മിറ്റ് ചെയ്ത് ഇത് വീണ്ടും സ്ക്രിപ്റ്റ് കമ്മിറ്റിക്ക് പോയി ഇവാലുവേറ്റ് ചെയ്യും. ചിലപ്പം അവർ നിങ്ങൾ ഷൂട്ട് ചെയ്ത പോർഷൻസ് കാണണമെന്ന് പറയും. ചിലപ്പം പോർഷൻസ് കാണണം എന്ന് റിവ്യൂ ചെയ്യണം എന്ന് പറയും. അതായത് നെഗറ്റീവ്സ് ഒന്നുമില്ല. അങ്ങനെ റിവ്യൂ ചെയ്തതിന് ശേഷം നിങ്ങളുടെ സബ്മിഷൻ അവർ അപ്രൂവ് ചെയ്യും. ഈ അപ്രൂവ് ചെയ്ത്, അതായത് മൂവിക്ക് മുമ്പ് ആ പൈസ കിട്ടണമെന്നില്ല. പക്ഷെ ഉദാഹരണത്തിന് നിങ്ങൾ അവിടെ പോയി 1 കോടി രൂപ ചിലവാക്കി കഴിഞ്ഞാൽ, ഇന്ത്യയിൽ പല സ്റ്റേറ്റിലും പല പ്രൊസീജിയേഴ്സാണ്. 25, 30 to 50%. ഇതാണ് ഇന്ത്യയിലുള്ള പല സ്റ്റേറ്റും ഓഫർ ചെയ്യുന്നത്. എല്ലാ സ്റ്റേറ്റ്സും ഓഫർ ചെയ്യുന്നില്ല, വളരെ ചുരുക്കം സ്റ്റേറ്റ്സേ ഉള്ളൂ. പക്ഷേങ്കിൽ നിങ്ങൾക്ക് 25%, 30% ആൻഡ് അപ് ടു 50% റിബേറ്റ് ഇന്ത്യയിൽ പല സ്റ്റേറ്റും നിങ്ങൾക്ക് ഓഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനിത് പറഞ്ഞു എന്ന് വെച്ചാൽ, പ്രൊഡ്യൂസേഴ്സ് ഒരു സ്ക്രിപ്റ്റ് എടുക്കുമ്പം ഒന്ന് ഇത് വയബിലിറ്റി ഉണ്ടോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യുക. നിങ്ങളുടെ സ്ക്രിപ്റ്റിന് അവിടെ പോയി ഷൂട്ട് ചെയ്യാനുള്ള വയബിലിറ്റി ഉണ്ടോ, നെഗറ്റീവായിട്ടാണോ പോസിറ്റീവായിട്ടാണോ അവിടുത്തെ ആൾക്കാരെ അവിടുത്തെ ഇത് കാണിക്കുന്നത്, അവർക്ക് ഇതിൻ്റെ ഭാഗമായിട്ട് ടൂറിസം നടക്കുമോ എന്ന് നോക്കുക. കാരണം ടൂറിസം എന്ന് പറയുന്ന ടൂറിസം ഡ്രൈവ്, അതായത് സിനിമ ടൂറിസത്തിനെ എങ്ങനെ അഫക്റ്റ് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞു തരാം. ഇൻ്റർനാഷണലിലേക്ക് കയറുമ്പോൾ ഞാൻ പറയാം. പക്ഷേ ഇത് നിങ്ങൾ സബ്മിറ്റ് ചെയ്ത് നിങ്ങളുടെ കോസ്റ്റ് കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യും. അതായത് ഒരു 4 കോടി രൂപയുടെ പടം നിങ്ങൾ എടുക്കാനുണ്ടെങ്കിൽ കഴിഞ്ഞാൽ
നിങ്ങൾക്ക് ഒരു 30% റിബേറ്റ് അപ്രൂവ് ചെയ്ത് കിട്ടുവാണെങ്കിൽ നിങ്ങൾക്ക് 2.8 crore നിങ്ങൾക്ക് ആ പടം കംപ്ലീറ്റ് ആയ പോലെയാണ്. അതായത് ഫസ്റ്റ് കോപ്പി ആകുമ്പോൾ 2.8 crore. അപ്പോൾ അതിനകത്ത് ചിലപ്പം സ്റ്റുഡിയോസ് കാണും. അതായത് ഇപ്പോൾ നിങ്ങൾ അവിടെ വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്യുന്നതെങ്കിൽ അവിടുത്തെ ആൾക്കാരെ നിങ്ങൾക്ക് ഇതിന് വിളിക്കേണ്ടി വരും, അതായത് ഡബ്ബിങ്ങിന് വിളിക്കേണ്ടി വരും. അപ്പോൾ എൻ്റെ അഡ്വൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സ്റ്റുഡിയോ അടക്കം അവിടെ യൂസ് ചെയ്യാൻ നോക്കുക. അതായത് നിങ്ങൾ ഈ ഷൂട്ട് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് അവിടെ തന്നെ സ്റ്റുഡിയോസ് ബുക്ക് ചെയ്ത് അവിടെ ലോക്കലുള്ള ആൾക്കാരുടെ ഫ്ലേവർ കിട്ടാൻ വേണ്ടി, ഇപ്പോൾ നമ്മൾ ക്രൗഡ് എടുക്കും, അല്ലെങ്കിൽ നമ്മൾ അവിടുത്തെ ക്യാരക്ടേഴ്സ് ചിലപ്പം പടത്തിനകത്ത് കാണും, അങ്ങനെയുള്ളവർ അവിടെ തന്നെ വെച്ച് ഡബ് ചെയ്യുക. അത് ഇവിടെ വന്നിട്ട് കേരളത്തിൽ കൊണ്ടുവന്ന് ഡബ് ചെയ്യാതിരിക്കുക. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ റിബേറ്റ് നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ ആ കോസ്റ്റ് കൂടെ നിങ്ങൾക്ക് അതിനകത്തേക്ക് ആഡ് ചെയ്യാൻ പറ്റും. അതായത് സ്റ്റുഡിയോ കോസ്റ്റ്, ഡബ്ബിംഗ് കോസ്റ്റ്, DI എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യുക. പിന്നെ ചില പ്രത്യേകത എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. അതായത് ചില സ്റ്റേറ്റ്, അതായത് നോർത്ത് ഈസ്റ്റിലുള്ള പല സ്ഥലങ്ങളും കണ്ടാൽ നമ്മുടെ മൂന്നാർ പോലെയാണ്. അതായത് ഹൈ റേഞ്ച് പോലുള്ള സ്ഥലങ്ങൾ നോർത്ത് ഈസ്റ്റിലുണ്ട്. പക്ഷേ നിങ്ങളത് കറക്റ്റായിട്ടുള്ള ആ വീടൊന്നും നിങ്ങൾക്ക് കിട്ടണമെന്നില്ല. പക്ഷേ അങ്ങനെയുള്ള സ്ഥലങ്ങളുണ്ട്. അപ്പോൾ ബുദ്ധിപരമായിട്ട് നിങ്ങൾ സീൻസിൻ്റെ സ്ക്രീൻ പ്ലേ അത് ബുദ്ധിപരമായിട്ട് മാനേജ് ചെയ്താൽ ഓപ്പൺ എയർ, എസ്പെഷ്യലി ഓപ്പൺ എയർ ലൊക്കേഷൻസിലാണെങ്കിൽ നിങ്ങൾക്കത് ചെയ്തെടുക്കാൻ പറ്റും. അതായത് ചീറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. അപ്പം അത് നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക. അതും സ്ക്രിപ്റ്റ് നിങ്ങൾ റീവർക്ക് ചെയ്താൽ മാത്രമേ നിങ്ങൾക്കത് ചെയ്യാം. പിന്നെ ഇതെന്ന് പറഞ്ഞു വെച്ചാൽ ഇന്നെടുത്ത് നാളെ നടക്കുന്ന സാധനമല്ല. ഇതിനൊക്കെ നിങ്ങൾ പ്രൊഡക്ഷൻ കൺട്രോളറോ ഭാഷ അറിയുന്ന ആൾക്കാരോ അവിടെയുള്ള കോൺടാക്റ്റ് എടുത്തിട്ട് നിങ്ങൾ അവിടെ പോയി അന്വേഷിച്ച് ഇതെല്ലാം ചെയ്ത് പേപ്പർ വർക്ക് എല്ലാം ചെയ്തെടുക്കണം. ഷൂട്ട് കഴിഞ്ഞിട്ട് ചെന്ന് ഗവൺമെൻറ്റിൽ നിന്ന് പൈസ ചോദിച്ചാൽ കിട്ടത്തില്ല, എത്ര ടൂറിസം പ്രൊമോഷൻ നിങ്ങൾ ചെയ്താലും. അപ്പം അത് നിങ്ങൾ ചെയ്യുക. പിന്നെ ഇത് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ നിങ്ങൾക്ക് ചെയ്യാവുന്ന വേറൊരു കാര്യം വെച്ചാൽ, അതാത് സ്റ്റേറ്റിൻ്റെ എവിടെയാണോ റിബേറ്റ് നിങ്ങൾക്ക് ഓഫർ ചെയ്യപ്പെടുന്നത് ആ സ്റ്റേറ്റിൻ്റെ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ കാണും. അതായത് ഒരു ബോഡി കാണും, ഒരു അപെക്സ് ബോഡി കാണും ഈ ടൂറിസം പ്രൊമോട്ട് ചെയ്യുന്നത്. അവരുമായിട്ട് നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ എപ്പിസോഡിൽ ഒരു ബ്രാൻഡിങ് ടൈപ്പ് കയറുക, ബ്രാൻഡിങ്. അപ്പം നിങ്ങൾക്ക് ചിലപ്പം അവരുടെ ഓഫീസുകൾ അല്ലെങ്കിൽ അവരുടെ കൺട്രോളിലുള്ള, അതായത് നമ്മുടെ KTDC പോലുള്ള റെസ്റ്റോറൻറ്റ്സ്, ഹോട്ടൽസ് ഒക്കെ അവിടെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ ബ്രാൻഡിങ് കയറുമ്പോൾ നിങ്ങൾക്ക് ഒരു കുറഞ്ഞ ചിലവിൽ അത് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ അത് നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് മെച്ചമുണ്ടാകും. അതായത് ഇൻഡയറക്റ്റ് കോസ്റ്റ് കൺട്രോൾ ചെയ്താൽ ഡയറക്റ്റ് കോസ്റ്റ് കൺട്രോൾ ചെയ്തതിൻ്റെ കൂട്ട് തന്നെയാണ്. അതായത് ചിലവ് കുറച്ച് കഴിഞ്ഞാൽ തന്നെ മൂവിയുടെ ടോട്ടൽ ബഡ്ജറ്റും കുറയുമല്ലോ. ഇത് നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. ഇത് നമ്മുടെ മലയാളം ഇൻഡസ്ട്രി യൂട്ടിലൈസ് ചെയ്യുന്നില്ല എന്നാണ് ഞാൻ പറയുന്നത്. വളരെ വിരളമായിട്ട് ആൾക്കാർ മാത്രമേ ദേ ആർ യൂട്ടിലൈസിങ് ദ ഫെസിലിറ്റീസ്. ബട്ട് മൈ റെക്കമെൻഡേഷൻ ഇസ് ദാറ്റ് ഗൈസ് ട്രൈ ടു യൂസ് ഇറ്റ്. എസ്പെഷ്യലി ഞാൻ ഡയറക്ടേഴ്സിൻ്റെ അടുത്ത് പറയുന്നതെന്ന് വെച്ചാൽ, പല ഡയറക്ടേഴ്സിനും പ്രൊഡ്യൂസേഴ്സിനെ കിട്ടാതെ ഈ അലഞ്ഞ് നടക്കുന്നുണ്ടല്ലോ. കാരണം പ്രൊഡ്യൂസേഴ്സിന് ചിലപ്പോൾ ആ പ്രൊജക്റ്റിൽ വിശ്വാസം കാണത്തില്ല, ഇല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സിന് ആർട്ടിസ്റ്റ് വാല്യൂ ഇല്ലാത്തതുകൊണ്ട് പ്രൊഡ്യൂസർ എടുക്കാതിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ നിങ്ങളിത് ചാടി പുറപ്പെടുമ്പം നിങ്ങൾക്കത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. പക്ഷേ കുറച്ച് മെനക്കെടണം. നിങ്ങൾ 1-2 മാസം മെനക്കെട്ട് ട്രാവൽ ചെയ്ത് അവിടെ കാണേണ്ടവരൊക്കെ പോയി കണ്ട് സംസാരിച്ച് മാത്രമേ നിങ്ങൾക്കിത് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. എസ്പെഷ്യലി നിങ്ങൾ നോർത്ത് ഈസ്റ്റിൽ പോവുകയാണെങ്കിൽ മൈ റെക്കമെൻഡേഷൻ ഇസ് ദാറ്റ് അവിടെ മലയാളി അസോസിയേഷൻസ് ഉണ്ട്. ഈ എല്ലാ സ്റ്റേറ്റിലും നമ്മുടെ മലയാളികളുടെ അസോസിയേഷൻ കാണും, ലോക്കൽ അസോസിയേഷൻ, കൽക്കട്ടയായാലും എവിടെ ആയാലും. അവിടെ നിങ്ങൾ പോയി ആ അസോസിയേഷൻ മെമ്പറിനെ പിടിച്ച് ആ ഭാഷ സംസാരിക്കാൻ അറിയുന്ന, അതായത് അവരുടെ ഭാഷ സംസാരിക്കാൻ അറിയുന്ന ഒരാളിനെ കൂട്ടിക്കൊണ്ട് നിങ്ങൾ ഈ ഓഫീസുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ വാതിലുകൾ ഓപ്പൺ ആയിട്ട്, അതായത് ക്ലിയർ കട്ടായിട്ട് പറയും നടക്കുമോ നടക്കത്തില്ല എന്ന്. ചില സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ മറ്റേ വെബ്സൈറ്റിൽ അടിച്ച് നോക്കി ഇതൊക്കെ കാണും. അതായത് 25% തരും, 30% തരും, ഇന്ന സാധനം ചെയ്യണം, ഇത്ര പേർക്ക് ജോലി കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതി പോകും. പക്ഷെ നമ്മളിതൊക്കെ കേട്ട് ചാടിപ്പുറപ്പെട്ട് അവിടെ ചെല്ലുമ്പോൾ അവർ പറയും, സാറേ ഇതൊക്കെ പ്രഖ്യാപനം മാത്രമേ ഉള്ളൂ, ഇതൊന്നും നടക്കുന്നില്ല, ഗവൺമെൻറ്റിൻ്റെ ഇത് റിബേറ്റ് തരാൻ പൈസയില്ല എന്നുള്ള രീതിയിൽ പറയും. കാരണം ഈ റിബേറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആക്ച്വൽ പൈസയാണ് തരുന്നത്, അല്ലാതെ നിങ്ങൾ ചിലവാക്കിയതിനകത്തു നിന്ന് ഡിസ്കൗണ്ട് അല്ല തരുന്നത്. നിങ്ങൾക്ക് ആക്ച്വൽ പൈസ തന്നെ തരും അവർ. അതായത് നിങ്ങൾ 1 കോടി രൂപയുടെ ബഡ്ജറ്റ് നിങ്ങൾ കൊടുക്കുമ്പം 30% ആണ് സ്റ്റേറ്റിൻ്റെ അതിനുള്ള സബ്സിഡി അല്ലെങ്കിൽ റിബേറ്റ് എങ്കിൽ ആ 30 lakhs ആണ് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക്, പ്രൊഡ്യൂസറിൻ്റെ അക്കൗണ്ടിലേക്ക് വരുന്നത്. ഇതാണ് നിങ്ങൾ ഇന്ത്യൻ ലൊക്കേഷൻസിൽ നോക്കേണ്ടത്. നെക്സ്റ്റ്, ഇതേ റിബേറ്റ് അല്ലെങ്കിൽ ടാക്സ് ക്രെഡിറ്റ് പല രാജ്യത്തും ഇതിന് പല പേരുകളാണ് പറയുന്നത്. അപ്പോൾ ഈ പേരുകൾ നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഒന്ന്, ചില ആൾക്കാർ റിബേറ്റ്സ് എന്ന് പറയും, ചില ആൾക്കാർ ഗ്രാൻസ്, സബ്സിഡി, ടാക്സ് ക്രെഡിറ്റ്സ്. ഇത്രയും ലാംഗ്വേജിലാണ് ഈ സാധനം അറിയപ്പെടുന്നത്. അപ്പം ഇൻ്റർനാഷണൽ ലൊക്കേഷൻസിൽ നമുക്ക് ഒരുപാട്, അതായത് 30% to 100% റിബേറ്റ്, അതായത് ടാക്സ് ക്രെഡിറ്റ് കിട്ടുന്ന രാജ്യങ്ങളുണ്ട്.
അപ്പോൾ നിങ്ങളത് വ്യക്തമായിട്ട് ഒരുപാട് രാജ്യമുണ്ട്, എല്ലാ രാജ്യവും എനിക്ക് നെയിം ചെയ്യാൻ പറ്റത്തില്ല. എൻ്റെ അറിവിൽ ഒരു ഒരു 30 to 50 കൺട്രീസ് ഉണ്ട് നമുക്ക് ഈ ടാക്സ് ക്രെഡിറ്റ്സ് കിട്ടുന്നത്. ഇതുകൊണ്ടൊക്കെയുള്ള റീസൺസ് ആണ് ഈ തമിഴ്, തെലുങ്ക്, ഹിന്ദി പടങ്ങളൊക്കെ ഫോറിൻ ലൊക്കേഷൻസിൽ കൊണ്ട് ഷൂട്ട് ചെയ്യുന്നത്. അതിൻ്റെ ഒരു റീസൺ അതാണ്. പിന്നെ ഇത് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ ടാക്സ് ക്രെഡിറ്റ്സ് അവർ കൊടുക്കുന്നതിന് അതിൻ്റെ ഗുണമുണ്ട്. അതായത് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഋതിക് റോഷൻ്റെ പടം ജിന്ദഗി നാ മിലേഗി ദുബാര എന്ന് പറയുന്ന പടം ഇറങ്ങിയ വർഷം അത് ഭയങ്കര ഹിറ്റായ പടമായിരുന്നു. ലാറ്റോമാറ്റീന ഫെസ്റ്റിവലൊക്കെ കവർ ചെയ്തൊരു സാധനമാണ്. അപ്പം ആ ഫെസ്റ്റിവൽ കവർ ചെയ്ത് അവരെ ആ ട്രാവൽ കാണിച്ച് നെക്സ്റ്റ് ഇയറിൽ ഇന്ത്യയിൽ നിന്ന് സ്പെയിനിലേക്കുള്ള ട്രാഫിക്, എയർ ട്രാഫിക് ആൻഡ് ടൂറിസം ഇൻക്രീസ് ബൈ 32%. ഇത് ഒഫീഷ്യൽ റെക്കോർഡാണ്. അപ്പോൾ ഇതുകൊണ്ട് തന്നെ ഇന്ത്യ ഈസ് എ ഹ്യൂജ് മാർക്കറ്റ് ഫോർ ഇൻ്റർനാഷണൽ ഫോർ ടൂറിസം പ്രൊമോഷൻ. കാരണം ഇവിടെ മിഡിൽ ക്ലാസ് ആൻഡ് അപ്പർ മിഡിൽ ക്ലാസിൻ്റെ ഇൻകം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ബിക്കോസ് ദ millionaires ആർ ബീങ് ക്രിയേറ്റഡ് മച്ച് ഫാസ്റ്റർ ഇൻ ഇന്ത്യ നൗ. അത് ഒഫീഷ്യൽ റെക്കോർഡ്സാണ്. അപ്പം ഡിസ്പോസിബിൾ ഇൻകം നിങ്ങൾക്കറിയാമല്ലോ, മിഡിൽ ക്ലാസ്, അപ്പർ മിഡിൽ ക്ലാസ് ആൻഡ് റിച്ച് ക്ലാസ്, ഡിസ്പോസിബിൾ ഇൻകംസ് ഹൈ ആണ്. ഇങ്ങനെ ഡിസ്പോസിബിൾ ഇൻകംസ് പോകുന്നത് ഈ ഫോറിൻ ലൊക്കേഷൻസിലാണ് പോകുന്നത്. ഫോറിൻ ലൊക്കേഷൻസ് ക്രൂസ് ലൈൻ ഇസ് എക്സ്പെൻസീവ്, ബട്ട് ഫോറിൻ ലൊക്കേഷൻസ് കൊണ്ടിട്ട് ഷൂട്ട് ചെയ്യും. ഒരുപാട് പേര് ട്രാവൽ ചെയ്ത് ടൂറിസം പരമായിട്ട് ട്രാവൽ ചെയ്യും. അപ്പം അതുകൊണ്ട് ഗവൺമെൻറ്റ്സ് ഈ ടാക്സ് ക്രെഡിറ്റും ഇതൊക്കെ ഓഫർ ചെയ്യും. പിന്നെ പല രാജ്യത്തും പലതാണ് ഈസിയസ്റ്റ് ലൊക്കേഷൻ. പക്ഷേ ഇതിനൊക്കെ നിങ്ങളുടെ സ്ക്രിപ്റ്റ്, നിങ്ങൾ അങ്ങനെയുള്ളൊരു സ്റ്റോറി ആയിരിക്കണം നിങ്ങൾ ചൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു സബ്ജക്റ്റ് ആയിരിക്കണം നിങ്ങളുടെ. പിന്നെ ആ സ്ക്രിപ്റ്റിൽ, പിന്നെ നേരത്തെ പറഞ്ഞ പോലെ സ്ക്രിപ്റ്റിൽ റീവർക്ക് ചെയ്ത് ആ രാജ്യത്തിനെ കുറിച്ച് നെഗറ്റീവ് പറയാതിരിക്കുക. നെഗറ്റീവ് കാണിക്കുകയോ അല്ലെ, പ്രത്യേകിച്ചും ഞാൻ ഡയറക്ടേഴ്സിൻ്റെ അടുത്ത് പറയുന്നത്, നിങ്ങൾ ക്രൈം ത്രില്ലേഴ്സ് ആണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ വർക്കൗട്ട് ആവില്ല, അവർ റിജക്റ്റ് ചെയ്യും. ക്രൈം ത്രില്ലർ, അതായത് അവിടെ കൊലപാതകം നടക്കുന്നു, മാഫിയ ബന്ധങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ കൊണ്ടിട്ട് ഷൂട്ട് ചെയ്താൽ പ്രശ്നമാണ്. സോങ്സ് നിങ്ങൾക്ക് ഷൂട്ട് ചെയ്യാം. സോങ്സ് പോർഷനൊക്കെ കോടികൾ മുടക്കുന്ന സോങ്സ് പോർഷൻ ഉണ്ട്. പ്രൈവറ്റ് ജെറ്റൊക്കെ നിങ്ങൾ പല പടങ്ങളും കണ്ടാൽ അറിയാം, തമിഴ്, ഹിന്ദിയൊക്കെ. അപ്പം അങ്ങനെയുള്ള വലിപ്പം ഉള്ള പടങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന പടങ്ങൾ, അല്ലെങ്കിൽ ട്രാവൽ മൂവികൾ നിങ്ങൾക്ക് ശ്രമിക്കാവുന്നതാണ്. അപ്പം ഉദാഹരണം ഞാൻ പറയാം. ഇപ്പം എല്ലാ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം വെച്ചാൽ എല്ലാ രാജ്യത്തിനകത്ത് തന്നെ പല റൂളുകളാണ്. ഉദാഹരണം പറഞ്ഞാൽ UAE, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൽ there is 7 Emirates. ഈ 7 Emirates there is only one person who gives you the rebate or tax credit അല്ല, ഒരു റിബേറ്റ് എന്നാണ് അതിന് പറയുന്നത്. 30% വരുന്നുണ്ട് അബുദാബി. ബട്ട് there is a procedure to it. ചുമ്മാ ചെന്ന് ആപ്ലിക്കേഷൻ മൂവ് ചെയ്ത് നിങ്ങൾ ചോദിച്ചാൽ കിട്ടത്തില്ല. അത് നിങ്ങൾ അവിടുത്തെ ഒരു ഫ്രീ സോൺ ഉണ്ട് അബുദാബിയിൽ, 2454. അതിനകത്ത് രജിസ്റ്റർ ചെയ്ത കമ്പനിയുടെ ത്രൂവോ അല്ലെങ്കിൽ അവിടെ രജിസ്റ്റർ ചെയ്തിട്ടോ വേണം നിങ്ങളത് പോകാൻ വേണ്ടി. അതും നേരത്തെ പറഞ്ഞ പോലെ ഇറ്റ്സ് എ സെയിം പ്രൊസീജിയർ. യു ഹാവ് ടു മേക്ക് ഷുവർ യു ഹാവ് ടു സബ്മിറ്റ് ദ സ്റ്റോറി, ദ സ്ക്രിപ്റ്റ്, ദി ആർട്ടിസ്റ്റ്, ബഡ്ജറ്റ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും പോയി. അതും ഇൻ ദോസ് കൺട്രീസ് അതായത് മലയാളത്തിലുള്ള ആണെങ്കിൽ നിങ്ങളത് ഇംഗ്ലീഷിലോ അറബിക്കിലോ ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടി വരും റിക്വയർമെൻറ്റ് അനുസരിച്ച്. അപ്പോൾ അത് കൊടുത്ത് അപ്രൂവൽ മേടിച്ചിട്ട് അവിടെ ഷൂട്ട് ചെയ്യണം. യു ഹാവ് ടു സ്പെൻഡ് ദ മണി ദെയർ. അതായത് നിങ്ങൾ അബുദാബിയിലാണ് നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് അബുദാബിയിലാണ് നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നുണ്ട് വേറെ എമിറേറ്റിൽ പോയി ഷൂട്ട് ചെയ്താൽ ചിലപ്പോൾ അത് റിബേറ്റ്സ് അപ്രൂവ് ആവണമെന്നില്ല. സോ ദ അബുദാബി ഗവൺമെൻറ് വാണ്ട്സ് ടു എൻഷുവർ ദാറ്റ് ദ മണി ദേ ഗിവ് ഇറ്റ് ബാക്ക്, ഇറ്റ്സ് ആക്ച്വലി സ്പെൻഡ് ഇൻ ദർ എമിറേറ്റ്. ഇതേ സിറ്റുവേഷൻ നമുക്ക് US-ലുണ്ട്. US-ൽ പല സ്റ്റേറ്റിലും സ്റ്റേറ്റ് ടു സ്റ്റേറ്റ്, ഫെഡറൽ അണ്ടറിലല്ല, സ്റ്റേറ്റ് ടു സ്റ്റേറ്റ്. അതായത് US-ൽ ടോട്ടൽ 50 സ്റ്റേറ്റ്സ് ഉണ്ട്. 50 സ്റ്റേറ്റ്സിൽ എല്ലാ സ്റ്റേറ്റും റിബേറ്റ് ഓഫർ ചെയ്യുന്നില്ല. അവരതിന് പറയുന്ന വാക്ക് ടാക്സ് ക്രെഡിറ്റ് എന്നാണ് പറയുന്നത്, ടാക്സ് ക്രെഡിറ്റ്. അപ്പോൾ എല്ലായിടത്തും ടാക്സ് ക്രെഡിറ്റ് ഓഫർ ചെയ്യുന്നില്ല, ഒന്ന്. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ഇന്ത്യയിൽ നിന്ന് പോകുന്ന ഒരു പ്രൊഡ്യൂസർ ആണെങ്കിൽ നിങ്ങൾക്ക് ടാക്സ് ക്രെഡിറ്റ് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. നിങ്ങൾ അവിടെ ഒരാളിനെ, ലോക്കൽ കോണ്ടാക്റ്റിനെ പിടിച്ച് അവിടെ നിങ്ങൾ ആ പ്രൊഡ്യൂസറിനെ പിടിച്ച് അവിടെ ടാക്സ് ക്രെഡിറ്റ് എടുക്കുന്ന രീതിയിൽ വേണം സ്ട്രക്ചർ ചെയ്യാൻ വേണ്ടി. പിന്നെ US-ൽ പല സ്റ്റേറ്റിലും അതായത് സീലിംഗ് ഉണ്ട്, അത് പാരിറ്റി സീലിംഗ് ഉണ്ട്. അതായത് ലെറ്റ്സ് സേ ദാറ്റ് 1 million, അത് നിങ്ങൾ എടുക്കാൻ പോകുന്ന പ്രൊജക്റ്റും $2 million ആണെന്ന് വിചാരിക്കുക. അതായത് ഒരു 5 കോടി 6 കോടി രൂപയുടെ പ്രൊജക്റ്റാണെന്ന് വിചാരിക്കുക. പക്ഷേ ആ സ്റ്റേറ്റിന് മാക്സിമം സീലിംഗ് ഉണ്ട്. ആ മാക്സിമം സീലിംഗ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 1 കോടി രൂപയായിരിക്കും. അതായത് നിങ്ങൾ 5 കോടി രൂപ അവിടെ കൊണ്ടുപോയി മുടക്കിയാലും അവർ കൺസിഡർ ചെയ്യുന്നത് മാക്സിമം 1 കോടിയാണ്. 1 കോടിയുടെ 30% മാത്രമേ നിങ്ങൾക്ക് തരത്തുള്ളൂ.
അപ്പോൾ നിങ്ങൾ വളരെ കെയർഫുള്ളായിട്ട് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൾട്ടി സ്റ്റേറ്റ് ഷൂട്ടിംഗ് ചെയ്യുക. അതായത് ആ സ്റ്റേറ്റിൻ്റെ മാക്സിമം സീലിംഗ് എത്രയാണെന്ന് ചെക്ക് ചെയ്യുക. നിങ്ങൾക്ക് അവിടെ ലോക്കൽ ഒരു ടാക്സ് ഓഫീസർ വേണ്ടി വരും. അതായത് ഒരു നമ്മളിവിടെ CA എന്നൊക്കെ പറഞ്ഞ പോലെ അവിടെ CPA ആൾക്കാരുണ്ട്, മറ്റേ ടാക്സ് പ്രാക്ടീഷണേഴ്സിനുണ്ട്. അവിടെ കോപ്രൊഡ്യൂസർ ഉണ്ടെങ്കിൽ കോപ്രൊഡ്യൂസർ ത്രൂ, അത് ടാക്സ് പ്രാക്ടീഷണർ ത്രൂ നിങ്ങൾ വർക്കൗട്ട് ചെയ്തെടുക്കേണ്ട കാര്യമാണ്. അതായത് ഓരോ സ്റ്റേറ്റ്, ഉദാഹരണം പറഞ്ഞാൽ കണക്റ്റിക്കട്ടിന് ഒരു ത്രസോൾഡ് ഉണ്ട്. ഐ ബിലീവ് $300,000 ആണ് കണക്റ്റിക്കട്ടിലെ മാക്സിമം. ന്യൂയോർക്കിലുണ്ട്. ന്യൂയോർക്ക് ഇസ് വെരി എക്സ്പെൻസീവ്. ഷൂട്ട് ചെയ്യാൻ അറിയാത്തവരാണെങ്കിൽ, US ട്രാവൽ ചെയ്യാത്തവരാണെങ്കിൽ, നമ്മൾ US ഷൂട്ട് ചെയ്യുമ്പം ഏറ്റവും ഹയസ്റ്റ് കോസ്റ്റ് നമുക്ക് ആവുന്നത് ന്യൂയോർക്കിലാണ്. ബിക്കോസ് എവറിത്തിങ് ഇസ് എക്സ്പെൻസീവ് ദർ. പിന്നെ ആൾക്കാർ തരികിട ചെയ്യുന്നത് വെച്ചാൽ ലോങ് ഐലൻഡിൽ പോയിട്ട്, അത് ഓപ്പോസിറ്റ് സൈഡ് ഒരു ഐലൻഡ് ഉണ്ട്, ലോങ് ഐലൻഡിൽ പോയി ക്യാമറ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ന്യൂയോർക്കിൻ്റെ സ്കൈലൈൻ കാണാം. അപ്പം അങ്ങനെയുള്ള പരിപാടി നിങ്ങൾക്ക് ചെയ്യാം. അപ്പം ന്യൂയോർക്ക്, ടെക്സസ്, കണക്റ്റിക്കട്ട്, ന്യൂജേഴ്സി, ഇവിടെയൊക്കെ നിങ്ങൾക്ക് ടാക്സ് ക്രെഡിറ്റ് കിട്ടും. പക്ഷെ അത് നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് വർക്കൗട്ട് ചെയ്ത് നിങ്ങൾ ആ സ്ട്രക്ചറിനനുസരിച്ച് നിങ്ങളുടെ ബഡ്ജറ്റ് നിങ്ങൾ മാനേജ് ചെയ്തെടുക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് മാക്സിമം യൂട്ടിലൈസേഷൻ അവിടെ കിട്ടത്തുള്ളൂ. നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഒരു 6 months എങ്കിലും ടൈം വെച്ചിട്ട് വേണം ഇതിനെ ഇറങ്ങിത്തിരിക്കാൻ വേണ്ടി. കാരണം ഇതിൻ്റെയൊക്കെ അപ്രൂവൽ എടുത്ത് കിട്ടിയതിന് ശേഷം മാത്രമേ നിങ്ങൾ തുടങ്ങാൻ പാടുള്ളൂ. തുടങ്ങിയതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് അതിൻ്റെ പ്രോപ്പർ റെക്കോർഡിക്കലായിട്ടുള്ള എവിഡൻസ് കൊടുത്താൽ മാത്രമേ ആ ടാക്സ് ക്രെഡിറ്റ് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഇങ്ങനെ പല രാജ്യങ്ങളുണ്ട്. യൂറോപ്പിൽ തന്നെ ഹംഗറി ഉണ്ട്, അങ്ങനെ ഒരുപാട് രാജ്യങ്ങൾ. എനിക്ക് തോന്നുന്നു ചെക്ക് റിപ്പബ്ലിക് ഉണ്ട്. അങ്ങനെ ഒരുപാട് രാജ്യങ്ങളുണ്ട് നമുക്ക് ടാക്സ് ക്രെഡിറ്റ്. പക്ഷേ നമ്മുടെ സബ്ജക്റ്റ് അവിടെ വയബിൾ ആയിരിക്കണം. പിന്നെ ഭൂരിപക്ഷം സ്ഥലത്തും ഞാൻ പറഞ്ഞ പോലെ ക്രൈം ത്രില്ലർ, മർഡർ, വയലൻസ് അങ്ങനെയുള്ള പടങ്ങൾക്ക് ചിലപ്പം പോസിബിലിറ്റി കുറയും. അവർ ചിന്തിക്കുന്നത് പോസിറ്റീവായിട്ട് അവരുടെ പ്ലേസസ് എങ്ങനെ. അപ്പോൾ അതിന് നിങ്ങൾ ചെയ്യേണ്ടത് വെച്ചാൽ മാക്സിമം നിങ്ങളൊരു സോങ് ഇട്ടിട്ട് മാക്സിമം ടൂറിസ്റ്റിക് പ്ലേസുകൾ കവർ ചെയ്യണം. അപ്പോൾ നിങ്ങൾ സിന്ദഗി നാമിലേക്ക് ദുബാര കണ്ടു കഴിഞ്ഞാൽ അവരുടെ നാഷണൽ ഫെസ്റ്റിവൽ, ലാറ്റോമാറ്റീന ഫെസ്റ്റിവൽ മുതൽ ടൂറിസ്റ്റി പ്ലേസുകളെല്ലാം കവർ ചെയ്തു. അതായത് അവർ കത്രീന കൈഫും എനിക്കൊന്നും ഒരു സീനുണ്ട്, അവിടെ ചായ കുടിക്കുന്ന ഒരു സീനുണ്ട്, ഒരു സ്റ്റെപ്പ് കയറി പോകുന്നത്. ആ സീൻ എന്ന് പറഞ്ഞാൽ സ്പെയിനിലെ വൺ ഓഫ് ദ മോസ്റ്റ് ടൂറിസ്റ്റ് സ്പോട്ടാണ്. ഇങ്ങനെയുള്ള ഏരിയാസ് നിങ്ങളുടെ സോങ്സിനകത്ത് കവർ ചെയ്യുക. അപ്പോൾ ന്യൂയോർക്ക് നിങ്ങൾ ഷൂട്ടിംഗ് ലൊക്കേഷൻ വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ സബ്മിറ്റ് ചെയ്യുമല്ലോ ഇവിടൊക്കെയാണ് നമ്മൾ ലൊക്കേഷൻ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ സ്റ്റാച്യു ഓഫ് ലിബർട്ടി, എംപയർ ബിൽഡിങ്, സെൻട്രൽ പാർക്ക്, അങ്ങനെ അതായത് നമ്മുടെ ആൾക്കാർക്ക് നോൺ ആയിട്ടുള്ള, അതായത് ഒരു ടൂറിസ്റ്റ് ടൈംസ് സ്ക്വയറിലൊക്കെ എല്ലാ പടങ്ങളും ടൈംസ് സ്ക്വയറിൽ ഷൂട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു റീസൺ ഈ ടാക്സ് ക്രെഡിറ്റ് കിട്ടാൻ വേണ്ടിയാണ്. അപ്പം അങ്ങനെയുള്ള ടൂറിസ്റ്റ് ലൊക്കേഷൻസ് നിങ്ങളൊരു പാട്ട് കവർ ചെയ്ത് പോകണം. അല്ലെങ്കിൽ ഒരു ഡയലോഗ്സ്, ടൈംസ് സ്ക്വയറിൽ ചുമ്മാ നായകി നിന്നിട്ട് ഡയലോഗ് പറഞ്ഞാൽ മതി. അത് കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ ഇത് ടൈംസ് സ്ക്വയർ ആയിരുന്നു. പിന്നെ ഒരു ഗുണമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടൈംസ് സ്ക്വയറിലൊക്കെ നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ നമ്മുടെ പോസ്റ്ററിന് ഇത് യൂസ് ചെയ്യാൻ ഭയങ്കര ഭംഗിയാണ് അത് കാണാൻ വേണ്ടി. നിങ്ങൾ പോയിട്ടില്ലെങ്കിൽ ഒന്ന് കാണേണ്ട സ്ഥലം ഒന്നുമില്ല, വണ്ടികളൊന്നും ടൈംസ് സ്ക്വയറിനകത്ത് കയറില്ല. പക്ഷെങ്കിൽ ഇറ്റ്സ് എ മോസ്റ്റ് എന്താ പറയുന്നത്, അവിടെ പരസ്യം ചെയ്യാൻ തന്നെ മിനിറ്റിന് കോടികളുള്ള സ്ഥലമാണ്. ടോട്ടൽ LED സ്ക്രീൻസ് വെച്ചിട്ട് പരസ്യം റൺ ചെയ്തുകൊണ്ടേയിരിക്കും ഒരു ബിൽഡിങ്ങിൻ്റെ ഹൈറ്റിൽ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ടിപ്സാണിത്. ഇത് നിങ്ങൾക്ക് എങ്ങനെ ഇത് കവർ ചെയ്തെടുത്ത് എങ്ങനെ, അതായത് നിങ്ങൾ അവിടെ ഇരിക്കുന്ന ഓഫീസറിനെ കൺവിൻസ് ചെയ്യണമല്ലോ. അതായത് നിങ്ങൾ ഷൂട്ട് ചെയ്യാൻ വരുമ്പോൾ അവിടെ ടൂറിസം ഫുട്ഫോൾ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഇതെങ്ങനെയാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ വൺ ഓഫ് ദി ഹയസ്റ്റ് റിബേറ്റ് ഉള്ള സ്ഥലം, ഇപ്പോഴും അങ്ങനെ ആണോ എന്നറിയത്തില്ല, ഒരു കുറച്ച് മാസം മുമ്പ് ചെക്ക് ചെയ്തപ്പോഴും അങ്ങനെ ആയിരുന്നു, 100% റിബേറ്റ് ഇടുന്ന സ്ഥലമുണ്ട്. ഫിജി എന്ന് പറഞ്ഞാൽ നമ്മുടെ പസഫിക് ഓഷ്യൻ്റെ അപ്പുറത്തുള്ള ഒരു ഐലൻഡാണ് ഫിജി. ഇന്ത്യക്കാർ ഒരുപാടുള്ള സ്ഥലമാണ്. എനിക്കൊന്നു ഐ ബിലീവ് ദ പ്രൈം മിനിസ്റ്റർ ഈസ് ഇന്ത്യയുമായിട്ട് നല്ല ബന്ധമാണ്, നമുക്ക് വിസ വേണ്ട. പക്ഷേങ്കിൽ നമ്മുടെ സ്റ്റോറി അതിനോടനുബന്ധിച്ച് ആ ഫിജിയിൽ വയബിലിറ്റി ഉണ്ടാവണം. അതായത് നിങ്ങളിപ്പോൾ ചീറ്റ് ചെയ്യുവാന്ന് വെച്ചോ, ഫിജി എന്ന് പറഞ്ഞാൽ ഒരു ഐലൻഡ് നേഷനാണ്. സോ അവിടെ മറ്റേ ടോൾ ബിൽഡിങ്സ്, ബീച്ച്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. പക്ഷെങ്കിൽ അത് നമ്മുടെ കഥയുമായിട്ട് ബന്ധമാണ്. അതായത് ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾ ഫിജി പോയി ഷൂട്ട് ചെയ്തു എന്ന് വിചാരിക്കുക, നിങ്ങൾ ഫിജി എന്ന് പറയണമെന്നില്ല. അത് വരുമ്പോൾ ടൈറ്റിൽസിലൊക്കെ എഴുതി കാണിക്കുക. പക്ഷെ പടം നടക്കുന്ന വേറൊരു ലൊക്കേഷൻസിലായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു പോകാൻ പറ്റും. അതിനൊന്നും അവർ ബുദ്ധിമുട്ട് പറയത്തില്ല. പക്ഷെ ഫിജിയിൽ നിങ്ങൾക്ക് 100% കിട്ടുമെന്ന് പറഞ്ഞു. അതായത് നിങ്ങൾ ഫിജി പോയി 4 കോടി രൂപ മുടക്കിയാൽ നിങ്ങൾക്ക് ആ 4 കോടിയും കിട്ടും എന്നാണ് അവർ പറഞ്ഞു വെക്കുന്നത്. പക്ഷെങ്കിൽ അതിൻ്റെ ഒരു ക്യാച്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഫിജി പോയി നമുക്ക് തന്നെ ഡയറക്റ്റ്
പ്രൊഡ്യൂസ് ചെയ്താൽ ആ പൈസ കിട്ടത്തില്ല. നിങ്ങൾ ഫിജിയിലുള്ള ഒരു കമ്പനിയുമായിട്ട് ടൈപ്പ് കയറണം. അങ്ങനെ ടൈപ്പ് കയറി ആ ഫണ്ട് റൂട്ട് ചെയ്ത് അത് നിങ്ങൾ അവിടുത്തെ ആൾക്കാർക്ക് ജോലി കൊടുത്ത് ഈ പറയുന്ന പോലെ സ്റ്റുഡിയോസ്, ക്യാമറ റെൻ്റൽ എല്ലാം അവിടുന്ന് നിങ്ങൾ ചെയ്യണം. അങ്ങനെ ചെയ്തെടുക്കുന്ന പടത്തിന് നിങ്ങൾ അവിടെ മുടക്കിയ പൈസ അവർ നിങ്ങൾക്ക് തരും. അത് എപ്പോഴാണ് തരുന്നതെന്ന് എനിക്കറിയത്തില്ല. നെക്സ്റ്റ് ഡേ ആണോ, 6 മാസം എടുക്കും, 1 വർഷം എടുക്കുമെന്നൊന്നും എനിക്കറിയത്തില്ല. അത് നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് അന്വേഷിക്കേണ്ടതാണ്. പക്ഷേങ്കിൽ 100% തരുന്ന ഒരു സ്ഥലമാണ്. അതായത് ടെക്നിക്കലി നിങ്ങൾ ആദ്യം പൈസ മുടക്കണം, പക്ഷേ ആ പൈസ നിങ്ങൾക്ക് റിട്ടേൺ ആവും. എന്ന് പറഞ്ഞാൽ വളരെ ക്ലീൻ സ്ലേറ്റ് ആയിട്ട് നിങ്ങൾക്ക് തിയേറ്ററിലേക്കോ OTTക്കോ നിങ്ങൾക്ക് ബിസിനസ് സംസാരിച്ച് നിങ്ങൾക്കത് കയറാൻ പറ്റും. ഇതാണ് പറഞ്ഞിരുന്നത്. പക്ഷേങ്കിൽ ഫിജി ഡയറക്റ്റ് ഫ്ലൈറ്റ്സ് ഇന്ത്യയിൽ നിന്നില്ല. ഐ ബിലീവ് നമ്മളിപ്പോൾ കേരളത്തിൽ നിന്ന് പറയുമ്പോൾ മറ്റേ ലണ്ടനിൽ ചെന്നിറങ്ങിയിട്ട്, ഹീത്രോയിൽ ചെന്നിറങ്ങിയിട്ട് അവിടുന്ന് കണക്റ്റഡ് ഫ്ലൈറ്റ്, വേറെ ഫ്ലൈറ്റ് എടുത്തിട്ടാണ് ഫിജി പോകേണ്ടത്. ഐ ബിലീവ് എനിക്ക് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ 16-17 hours ഫ്ലൈറ്റ്. അപ്പം നിങ്ങൾക്ക് ഉദ്ദേശിക്കാമല്ലോ ഫ്ലൈറ്റ് ചാർജസ് എന്തുകൊണ്ടാണ്. അപ്പം നിങ്ങൾ ഇവിടുന്ന് ഒരു മിനിമം ക്രൂ, അതായത് 20-25 ഇൻക്ലൂഡിങ് ആർട്ടിസ്റ്റ് 20-25 ക്രൂവിനെ അവിടെ കൊണ്ടുപോയി നിങ്ങൾക്ക് ജസ്റ്റ് ഫ്ലൈറ്റ് ടിക്കറ്റ്സ് തന്നെ ഏതാണ്ട് ഒരു 40 മുതൽ 50 ലക്ഷം രൂപയ്ക്ക് അടുത്താവും ഫ്ലൈറ്റ് ടിക്കറ്റ് മാത്രം. അപ്പം നിങ്ങൾക്ക് വയബിലിറ്റി ഉണ്ടെങ്കിൽ ഇതൊക്കെ ചെയ്യാൻ പാടുള്ളൂ. എസ്പെഷ്യലി ഈ 30% റിബേറ്റ്സോ അല്ല ടാക്സ് ക്രെഡിറ്റ് കിട്ടുന്ന സ്ഥലങ്ങളിലൊക്കെ നിങ്ങൾ ഈ ട്രാവൽ കോസ്റ്റും അക്കോമഡേഷൻ കോസ്റ്റും ലിവിങ് കോസ്റ്റോട് കൺസിഡർ ചെയ്യണം. കാരണം നിങ്ങൾക്ക് തോന്നുവാണ് അത് 30% റിബേറ്റ് കിട്ടിയാലും നമുക്ക് പ്രൊഡക്ഷൻ കോസ്റ്റ് കൂടും. ഉദാഹരണം പറഞ്ഞാൽ 4 കോടിക്ക് നിങ്ങൾക്ക് ഇവിടെ ചെയ്യാൻ പറ്റുന്നൊരു പടം USA പോയി നിങ്ങൾ 6 കോടിക്ക് ചെയ്ത് 30% മേടിച്ചാൽ ലാഭമല്ല. 4 കോടിക്ക് ഇവിടെ ചെയ്യുന്ന അതേ പടം 4 കോടിക്ക് നിങ്ങൾക്ക് US ചെയ്യാൻ പറ്റുമെങ്കിൽ, റിബേറ്റ് കൂടെ എടുക്കാൻ പറ്റുവാണെങ്കിൽ അവിടെയാണ് നിങ്ങളുടെ ലാഭം കൂടെ. അതായത് 2.8 crore നിങ്ങൾക്ക് ആ മൂവി തീർക്കാൻ പറ്റും. The same situation with Fiji as well. When you have to consider the travel cost, travel time. കാരണം ഇന്ന് പോയി നാളെ ഇപ്പം നടന്മാർ 10 ദിവസം പോയിട്ട് തിരിച്ചു വന്നിട്ട് വീണ്ടും വന്ന് ഷൂട്ട് ചെയ്യുക, ആ പരിപാടിയൊക്കെ ആണെങ്കിൽ നടക്കത്തേയില്ല. ഒറ്റ ഷെഡ്യൂളിൽ, അതായത് ഒരു 30-35 days അവിടെ പോയി ഇറങ്ങിയാൽ ടോട്ടൽ മൂവി ഷൂട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ലോക്കൽ ഡബ്ബിങ് കൂടെ കഴിഞ്ഞിട്ട്, അതായത് ഫസ്റ്റ് ബാച്ച് വന്ന് നെക്സ്റ്റ് ബാച്ച് ലോക്കൽ ഡബ്ബിങ്, ഡയറക്ടേഴ്സ് ആൻഡ് ടീം സ്റ്റേ ബാക്ക് ചെയ്ത് ലോക്കൽ ഡബ്ബിങ് അവിടുത്തെ സ്റ്റുഡിയോസിൽ കംപ്ലീറ്റ് ചെയ്ത് കണ്ടന്റ് എടുത്തുകൊണ്ട് നിങ്ങൾക്ക് വരാൻ പറ്റുവാണെങ്കിൽ മാത്രമേ ഇത് പ്ലാൻ ഔട്ട് ചെയ്യാവൂ. അല്ലെങ്കിൽ ചാടി പുറപ്പെടരുത്. പിന്നെ ഈ റിബേറ്റ്സിൻ്റെ ഒക്കെ പ്രശ്നം എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കയ്യിൽ പൈസ വേണം. പൈസ ഇല്ലാതെ നിങ്ങൾക്ക് ഗവൺമെൻറ് ഫണ്ട് ചെയ്യത്തില്ല. യു നീഡ് ടു ഹാവ് മണി വിത്ത് യു. പിന്നെ ഗവൺമെൻറ് ഫണ്ട് ചെയ്യുന്ന സ്ഥലങ്ങളുണ്ട്. അപ്പോൾ യൂറോപ്പിൽ പല സ്ഥലങ്ങളുണ്ട്. യൂറോപ്പിൽ ഐ ബിലീവ് ഇൻ സ്വീഡനിൽ ഗ്രാൻഡ് പ്രോഗ്രാം ഉണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ഒരു ഗ്രാൻഡ്, ഇവിടെ ഗ്രാൻഡ് ചെയ്യുന്ന പരിപാടികളില്ലേ. അതുപോലെ സ്വീഡനിൽ ഈ എൻ്റർടൈൻമെൻറ്റ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ഗ്രാൻഡ് അവർ ഇത് ചെയ്യുന്നത്. അത് അവിടെ നൈറ്റ് ലൈഫ് ഇല്ല. 8 മണിയാകുമ്പോൾ എല്ലാവരും വീട്ടിൽ കയറും. 8 മണി കഴിയുമ്പോൾ വിജനമാകുന്ന ഒരു സ്ഥലമാണ് സ്വീഡൻ. സ്കാൻഡിനേവിയൻ കൺട്രീസ് മൊത്തം. കാരണം തണുപ്പ്, സോഷ്യൽ ലൈഫ് കുറവാണ്, അങ്ങനെയുള്ള ഇഷ്യൂസ് ഉള്ള സ്ഥലമാണ്. അപ്പോൾ ആ ഒരു സോഷ്യൽ ഇൻട്രാക്ഷൻ കൂട്ടാനും ഒരു എൻ്റർടൈൻമെൻറ്റ് ഫാക്ടർ കൊണ്ടുവരാൻ വേണ്ടി സ്കാൻഡിനേവിയൻ കൺട്രീസിലെ പല രാജ്യങ്ങളും എൻ്റർടൈൻമെൻറ്റിനെ പുഷ് ചെയ്യുന്നുണ്ട്, എസ്പെഷ്യലി മൂവീസിനെ പുഷ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് അവരുടെ കൾച്ചറൽ മൂവി ഡിവിഷൻ ഹാൻഡിൽ ചെയ്യുന്ന മിനിസ്ട്രീസ് ഗ്രാൻഡ് കൊടുക്കുന്നുണ്ട്. പക്ഷെ അന്നേരം ദ റിക്വയർമെൻറ്റ് ഇസ് ദാറ്റ് യു നീഡ് ടു ഹാവ് എ സ്വീഡിഷ് കമ്പനി, അതായത് സ്വീഡനിൽ രജിസ്റ്റർ ചെയ്ത് പ്രീ അപ്രൂവ് ചെയ്ത് ഒരു കമ്പനിക്ക് മാത്രമേ അവരത് കൊടുക്കത്തുള്ളൂ. അപ്പം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്, നിങ്ങളുടെ കയ്യിലൊരു സബ്ജക്റ്റ് ഉണ്ട്. ഈ സ്വീഡനിൽ എനിക്ക് തോന്നി ക്രൈം ത്രില്ലറൊന്നും പ്രശ്നമില്ലാന്നാണ് തോന്നുന്നത്. അപ്പം നിങ്ങളുടെ കയ്യിലൊരു സബ്ജക്റ്റ് ഉണ്ട്. ആ സബ്ജക്റ്റ് സ്വീഡിഷ് സൊസൈറ്റിക്ക് കൂടെ വയബിൾ ആവുന്ന രീതിയിൽ, അതായത് ഇപ്പോൾ കൊലപാതകം എവിടെ വേണമെങ്കിലും നടക്കാമല്ലോ, നിങ്ങൾക്ക് സ്വീഡനിൽ കൊണ്ടിട്ട് അത് ഷൂട്ട് ചെയ്ത് അവിടെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുവാണെങ്കിൽ യു ക്യാൻ ട്രൈ ഫോർ ദാറ്റ്. നിങ്ങൾക്കൊരു മിക്സഡ് ക്രൗഡിനെ വെച്ചിട്ട്, ആർട്ടിസ്റ്റിനെ ഒരു മിക്സഡ് ക്രൗഡ് വെക്കുക, അവിടുത്തെ ആൾക്കാരെ ഇവിടുത്തെ ആൾക്കാരെ കൊണ്ട് വെച്ചിട്ട് മിക്സഡ് ക്രൗഡിനെ വെച്ചിട്ട് നിങ്ങൾ ഷൂട്ട് ചെയ്യുക. 1 section സ്വീഡിഷ് ലാംഗ്വേജിൽ നിങ്ങൾ ഇറക്കുന്നു, ഇംഗ്ലീഷിൽ ഇറക്കുന്നു. ഒരു സെക്ഷൻ നിങ്ങൾക്ക് മലയാളം, തമിഴ് അങ്ങനെയുള്ള സാധനത്തിൽ ഇറക്കുകയും ചെയ്യാം. അതായത് മൾട്ടി ലിംഗ്വലായിട്ട് നിങ്ങൾക്ക് ആ പടം ചെയ്തെടുക്കാൻ പറ്റുമെങ്കിൽ യൂറോപ്യൻ ഗവൺമെൻറ്റ്സിൻ്റെ, അതായത് സ്കാൻഡിനേവിയൻ കൺട്രീസിൻ്റെ ഗ്രാൻസ് നിങ്ങൾക്ക് ആക്സസിബിൾ ആണ്. പക്ഷെ നിങ്ങൾക്ക് കിട്ടത്തില്ല, അവിടുത്തെ കമ്പനിക്ക് കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ അവിടെ പോയി രജിസ്റ്റർ ചെയ്ത് അവിടുത്തെ കമ്പനി ആവണം. പക്ഷെ അതിന് കുറച്ച് ക്രൈറ്റീരിയാസ് മീറ്റ് ചെയ്യുകയും വേണം. പിന്നെ ടാക്സ് ലയബിലിറ്റി ഭയങ്കര ഹൈ ആണ്. ഈ യൂറോപ്പിലൊക്കെ നമ്മൾ പോയി കമ്പനി രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പം പല രാജ്യത്തും ദ ടാക്സ് ബ്രാക്കറ്റ് ഇസ് 42%. അപ്പം ശരിക്കും നമുക്ക് കിട്ടുന്ന ഗ്രാൻഡ് ആണെങ്കിലും റിബേറ്റ് ആണെങ്കിലും ടാക്സ് ക്രെഡിറ്റ് ആണെങ്കിലും അതിൻ്റെ പകിട്ടങ്ങ് പോകും. ഈ 42% ഗവൺമെൻറ് കൊണ്ടുപോകും.
സോ ബി കെയർഫുൾ ബിഫോർ യു ജമ്പ് ഇൻ ടു ദാറ്റ് ഗൺ. അപ്പോൾ ഇതാണ് എനിക്ക് റിബേറ്റ്സിനെ കുറിച്ച് പറയാനുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് റിബേറ്റ്സ് മെനി പീപ്പിൾ കോൾ ഇറ്റ് ഇൻ മെനി നെയിംസ്. ഇന്ത്യയിൽ ഇന്ത്യൻ ഇൻ്റർനാഷണൽ പീപ്പിൾ കോൾ ഇറ്റ് ഇൻ ഡിഫറെൻറ്റ് നെയിംസ്. സോ വൺ ഈസ് ദേ കോൾ ഇറ്റ് റിബേറ്റ്, സം പീപ്പിൾ കോൾ ഇറ്റ് സബ്സിഡി, സം പീപ്പിൾ കോൾ ഇറ്റ് ടാക്സ് ക്രെഡിറ്റ്. ഇങ്ങനെയുള്ള ഭാഷകളാണ് യൂസ് ചെയ്യുക. അത് നിങ്ങൾ ആ ഫൈൻ ലൈൻ നിങ്ങൾ വായിച്ചു നോക്കി, അതായത് അവരുടെ ഗവൺമെൻറ് വെബ്സൈറ്റിൽ പോയി ഫൈൻ ലൈൻ വായിച്ചു നോക്കി ലോക്കൽ ഒരാളിനെ വെച്ച് ബന്ധപ്പെട്ടിട്ട് വേണം നിങ്ങളിതിന് പുറപ്പെടാൻ വേണ്ടി. സോ ദിസ് ഈസ് ദ തിങ്, ദിസ് ഈസ് വൺ വേ ഓഫ് ഫണ്ടിങ് ഗൈസ്. പ്രൊഡ്യൂസേഴ്സിൻ്റെ അടുത്ത് പറയുവാണ്, ഡയറക്ടേഴ്സിൻ്റെ അടുത്ത് പറയുവാണ്, ഇത് ചെയ്യാൻ പറ്റും, ബട്ട് യു നീഡ് ടു ഹാവ് ഫണ്ട്സ് ഇൻ ദ ബിഗിനിങ്. ഈ റിബേറ്റ് എടുക്കുന്നതിന് മുമ്പ് ഫണ്ട്സ് വേണം. ഫണ്ട്സ് ഇല്ലാതെ റിബേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ബട്ട് ഓവറോൾ യു ക്യാൻ, ആസ് ഐ ടോൾഡ് ഏർലിയർ, ഓവറോൾ യു ക്യാൻ റെഡ്യൂസ് യുവർ ബഡ്ജറ്റ്. യു ക്യാൻ മേക്ക് ദ മൂവി സേഫ്. നിങ്ങളും ചിന്തിച്ച് നോക്കുക, നിങ്ങൾ ഫിജി കൊണ്ടിട്ട് ഷൂട്ട് ചെയ്തു, ലെറ്റ്സ് സേ ദാറ്റ് ദേ ആർ ഓഫറിങ് 100%. ടെക്നിക്കലി യു ഹാവ് എ മൂവി വിച്ച് ഈസ് 100%, അതായത് എന്ത് കിട്ടിയാലും ലാഭം. ആ ഒരു സ്റ്റേജിലേക്ക് നിങ്ങൾ മൂവി കൊണ്ടുവരാൻ പറ്റും. ബട്ട് ദാറ്റ് കണ്ടന്റ്, ദാറ്റ് സ്ക്രിപ്റ്റ്, ദാറ്റ് സ്റ്റോറി, ദ മൂവി ഷുഡ് ബി വയബിൾ ടു ബി ഷോട്ട് ഇൻ ദാറ്റ് ലൊക്കേഷൻ. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പക്ഷെങ്കിൽ നോർത്ത് ഈസ്റ്റിന് ഭയങ്കര പോസിബിലിറ്റിയാണ്. നമ്മുടെ ആൾക്കാർ ഇതുവരെ തേടാത്ത ഒരു സാധനമാണ്. ഈവൻ എനിക്ക് തോന്നുന്നു നമ്മൾ നീലാകാശം പച്ചക്കടൽ ചുവന്ന ഭൂമിക്കകത്ത് നോർത്ത് ഈസ്റ്റായിട്ട് കാണിക്കുന്നത് അത് ഇവിടെ സീറ്റ് ചെയ്ത് ഷൂട്ട് ചെയ്തതാണ്. അവർ ആ പോസിബിലിറ്റീസ് അത് പോയിട്ടില്ല. ട്രാവൽ, ഈ ഇൻ്റർനാഷണൽ ട്രാവൽ പറഞ്ഞ പോലെയാണ്, ഡയറക്റ്റ് ഫ്ലൈറ്റ് ഇല്ല. നമ്മൾ 2 ഫ്ലൈറ്റ്സ് കയറി, കണക്റ്റിംഗ് ഫ്ലൈറ്റ്സ് കയറിയിട്ട് വേണം നമുക്ക് നോർത്ത് ഈസ്റ്റിൽ പോയി ഇറങ്ങി ഇതൊക്കെ ചെയ്തെടുക്കാൻ വേണ്ടി. പക്ഷെങ്കിൽ what I understood is that it's an unexplored territory. സോ നിങ്ങൾക്കത് ട്രൈ ചെയ്യാവുന്നതാണ്. നോർത്ത് ഈസ്റ്റ് മൊത്തത്തിൽ, ഐ എം നോട്ട് ടോക്കിംഗ് അബൌട്ട് ബംഗാൾ ആ ഭാഗമല്ല, ഞാൻ പറയുന്നത് ത്രിപുര, മിസോറാം, ആ ഏരിയ കംപ്ലീറ്റും, അതായത് അരുണാചൽ പ്രദേശ്, ഓൾ ദീസ് ഏരിയാസ് ക്യാൻ ബി ഡൺ. And I believe they have, majority of the northeast states, they have this rebate system. അത് നിങ്ങൾ അത് പോയി തപ്പി എടുത്തില്ല. പിന്നെ ഇതിനകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും അപ്ഡേറ്റ്സ് ഉണ്ടെങ്കിൽ അത് എന്നെ ഒന്ന് എഴുതി അറിയിക്കണം. ബിക്കോസ് ഐ കോൺസ്റ്റൻ്റ്ലി ഫോളോ അപ്പ് ദിസ് വൺ. എനിക്കിതുവരെ അങ്ങനെ ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മൂവി വന്നിട്ടില്ല. വന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഐ വിൽ ടേക്ക് അപ്പ്. ഇഫ് ദ സബ്ജക്റ്റ് എക്സൈറ്റ്സ് മീ, ഐ വിൽ ഡെഫിനറ്റ്ലി ടേക്ക് സച്ച് എ മൂവി ആൻഡ് ഐ വിൽ ഗോ ആൻഡ് ഷൂട്ട് ഇൻ ദാറ്റ് ലൊക്കേഷൻ. ഞാനൊരു റിസ്ക് എടുക്കുന്ന ആളാണ്. പക്ഷെങ്കിൽ ഐ ഡു കാൽക്കുലേറ്റഡ് റിസ്ക്. ആൻഡ് ഈ ഒരുപാട് സ്ക്രിപ്റ്റ് വായിക്കുന്നതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പം തന്നെ ഈ കഴിഞ്ഞ ഒരു മാസം ഐ ഹാവ് റെഡ് അറൌണ്ട് 120 സ്റ്റോറീസ്. അത് ക്രൈം ത്രില്ലറും അതും ഇതും എല്ലാം വായിക്കാൻ കിട്ടുമല്ലോ. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ എക്സൈറ്റ് ചെയ്യിപ്പിക്കാനോ സാറ്റിസ്ഫൈ ചെയ്യാനുള്ള കണ്ടൻറ്റ് കുറവാണ്. അതായത് ഇറ്റ്സ് വെരി ചലഞ്ചിങ് ടു സാറ്റിസ്ഫൈ മീ ബിക്കോസ് ഐ എം റീഡിങ് എ ലോട്ട് ഓഫ് തിങ്സ്. ഇപ്പോൾ നിങ്ങളൊരു സ്ക്രിപ്റ്റ് റൈറ്റർ ആണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, നിങ്ങൾ ചിലപ്പോൾ 1, 2, 10 സ്ക്രിപ്റ്റ് ആയിരിക്കും നിങ്ങൾ വായിക്കുന്നത്. പക്ഷെ എന്നെ സംബന്ധിച്ച് ചിലപ്പോൾ ഒരു ദിവസമൊക്കെ ഈ സ്ക്രിപ്റ്റ് കമ്മിറ്റി ക്ലിയർ ചെയ്ത് വരുമ്പം തന്നെ നമുക്ക് ചില സമയത്ത് എല്ലാം വായിക്കേണ്ടി വരും. അപ്പോൾ എല്ലാം വായിക്കുമ്പം അത്രയും എക്സ്പോഷറാണ് നമുക്ക് ഈ സ്ക്രിപ്റ്റിലേക്ക് കിട്ടുന്നത്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞത് നിങ്ങൾ പോയി റിസർച്ച് ചെയ്യുക, നിങ്ങൾ റിബേറ്റിനെ കുറിച്ച് മനസ്സിലാക്കുക. എക്സൈറ്റിംഗ് ആയിട്ടുള്ള സാധനം വരുവാണെങ്കിൽ, അപ്ഡേറ്റ്സ് ഉണ്ടെങ്കിൽ, വേറെ സ്റ്റേറ്റിൻ്റെ ഒക്കെ അപ്ഡേറ്റ്സ് ഉണ്ട്, ഞാൻ ഈ പറഞ്ഞ പെർസെൻറ്റേജ് ചേഞ്ചസ് ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് എന്നെ എഴുതി അറിയിക്കുക. ബിക്കോസ് ഐ ഓൾസോ വോണ്ട് ടു ഇൻക്രീസ് മൈ നോളജ്. ഞാൻ മാക്സിമം അപ് ടു ഡേറ്റ് ആയിട്ട് നിൽക്കാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ്. സോ പ്ലീസ് കം ബാക്ക് ആൻഡ് ടെൽ മീ ദിസ് ഇസ് അപ്ഡേറ്റ്. അപ്പോൾ എനിക്ക് എൻ്റെ ഇത് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. വേണമെങ്കിൽ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ വേണമെങ്കിൽ അത് ടച്ച് ബേസ് ചെയ്ത് കവർ ചെയ്ത് പോകാൻ പറ്റും. ബിക്കോസ് as I told earlier, guys, this is an education series. I want everybody to know how to produce a movie, what goes into a production. Janagiyamaakkuva ennu parayum. That's what I am trying to do. So it's a knowledge sharing. So whatever knowledge you have, please share it with me. Whatever knowledge I have, I am sharing it through the video. Anyway, guys, thank you very much for listening to me. So we will catch up in the next episode. I'm continuing this episode actually. Next episode lo idu thaneyana parayan povunnathu, how to fund the movie, because I believe these episodes are covered in 3 or 4 parts. So make sure that you guys watch all the episodes to get the full connection. Anyway, thank you very much, guys. Looking forward to see you in the next episode. Thank you.